പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വരെ കോൺഗ്രസിനെ പരിഹസിച്ച CPM നേതാവ് VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചപ്പോൾ ആശംസയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നിയുക്ത കേരള മുഖ്യമന്ത്രി VD സതീശന് ആശംസയുമായി CPM നേതാവും മുൻ മന്ത്രിയുമായ MM മണി. ജനങ്ങൾ തിരഞ്ഞെടുത്ത നേതാവിനെ വൈകിയാണെങ്കിലും ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് ആശംസകൾ നേരുന്നു. തെരഞ്ഞെടുപ്പിൽ പൊതുജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നത് കാണാൻ കട്ട വെയിറ്റിംഗുമെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ പോസ്റ്റിനു താഴെ നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത്. ജനനിലപാട് ആശാൻ തിരിച്ചറിഞ്ഞിട്ട ഈ പോസ്റ്റ് അത് അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒന്നാണ്. ഈ ഒരു കാര്യം ഹൈക്കമാൻഡിന് മനസ്സിലാക്കാൻ 10 ദിവസം എടുത്തു എന്നാണ് ഒരാളുടെ കമന്റ്. കൂടാതെ കൃത്യമായി വിലയിരുത്തി അഭിപ്രായം പറഞ്ഞ് ആശംസകൾ അറിയിച്ച താങ്കൾ കാട്ടിയ പക്വത അഭിനന്ദനീയമാണ്. ദയവ് ചെയ്ത് അണികളെ കൂടി ഇതൊന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ തലച്ചോറ് നായനക്കിയ സംഖ്യകളെക്കാൾ വർഗീയത തുപ്പുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില അണികൾ പോസ്റ്റർ ഒട്ടിക്കാൻ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആളില്ലാത്ത അവസ്ഥ വരുത്തുമെന്നും മറ്റൊരാൾ കുറിച്ചിട്ടുണ്ട്. 10 ദിവസം നീണ്ടുനിന്ന നാടകീയമായ ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് VD സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ 24ാം മുഖ്യമന്ത്രിയും കോൺഗ്രസുകാരനായ 5ാമത്തെ മുഖ്യമന്ത്രിയുമാണ് VD സതീശൻ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ നീണ്ടുപോകുന്നതിനിടെയാണ് പരിഹാസവുമായി മണി രംഗത്തെത്തിയിരുന്നത്. വന്ന് UDF വോട്ട് ചെയ്യാത്ത നമ്മളെയും ഇനി ഡൽഹിക്ക് വിളിപ്പിക്കുമോ എന്നാണ് MM മണി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചത്. കോൺഗ്രസിനെ ട്രോളുന്ന ചിത്രവും അദ്ദേഹം കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നുണ്ട്. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെ തഴഞ്ഞതിൽ പ്രതിഷേധത്തിലാണ് KC പക്ഷം. KC വേണുഗോപാലിനെ ക്രൂരമായി വേട്ടയാടിയെന്നും തിരഞ്ഞെടുപ്പിൽ തോറ്റിരുന്നെങ്കിൽ അതിന്റെ പഴി KCക്കായിരിക്കുമെന്നും കോൺഗ്രസ് നേതാവ് പഴകുളം മധു പറഞ്ഞു. സംഘടിതമായ ആക്രമണം നടന്നെന്നും അദ്ദേഹത്തിന്റെ സംഭാവനകളൊന്നും പരിഗണിച്ചില്ലെന്നും പഴകുളം മധു പ്രതികരിച്ചു. ഒന്നിലേറെ നേതാക്കൾ ഒരു സ്ഥാനത്തേക്ക് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കൃത്രിമമായ പൊതുബോധം സൃഷ്ടിച്ച് ഒരു വ്യക്തിയെ തിരഞ്ഞുപിടിച്ച് അവഹേളിക്കുക, ആക്രമിക്കുക. ഈ തിരഞ്ഞെടുപ്പിൽ ഒരു സംഘം KC വേണുഗോപാൽ എന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയെ ക്രൂരമായി വേട്ടയാടി. സംഘടിതമായ ആക്രമണം നടന്നു. അദ്ദേഹത്തിന്റെ സംഭാവനകളൊന്നും പരിഗണിച്ചില്ല. കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ തോറ്റിരുന്നെങ്കിൽ അതിന്റെ പഴി KC വേണുഗോപാലിന്റെ തോളിലാകുമായിരുന്നു. എവിടെയെല്ലാം ഇന്ത്യയിൽ തോൽക്കുന്നോ പഴി മുഴുവൻ വേണുഗോപാലിന്. എവിടെയെല്ലാം ജയിച്ചോ ഒരു അംഗീകാരവും വേണുഗോപാലിനില്ല. ഭാരത് ജോഡോ യാത്ര നടത്തി KC വേണുഗോപാൽ. അപ്പോൾ പറയുകയാണ്, എന്തിനാണ് രാഹുൽ ഗാന്ധിയെ നടത്തിക്കുന്നത്? പഴി മുഴുവൻ അദ്ദേഹത്തിനെതിരായിട്ട്. അത് വിജയിച്ചു. വേണുഗോപാലിന് ഒരു റോളുമില്ല. 2ാം ഭാരത് ന്യായ യാത്ര വന്നു. അതിലും വേണുഗോപാലിന് ഒരു പങ്കുമില്ല. കോൺഗ്രസിന് എവിടെയെല്ലാം ക്ഷീണം പറ്റുന്നുവോ അവിടെയെല്ലാം വേണുഗോപാലിനെ ആക്രമിക്കുന്ന ഒരു പ്രതീതി, ഒരു പ്രവണത കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട പൊതുബോധം. അദ്ദേഹത്തിന്റെ പൂർവ്വകാല പ്രവൃത്തികൾ നോക്കണം. KSU പ്രസിഡന്റ് എന്ന് വെച്ചാൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ കൂടി വന്നതാണ്. AK ആന്റണി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കണം, അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ G കാർത്തികേയനെ പോലെ ധർമ്മനിഷ്ഠനായ നേതാവ് റിട്ടേണിംഗ് ഓഫീസറായ തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് വേണുഗോപാൽ KSU പ്രസിഡന്റ് ആകുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു നേതാവ് പോക്കറ്റിലിരുന്ന പേനയെടുത്ത് എഴുതി വെച്ച ആളല്ല വേണുഗോപാൽ. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം അതിശക്തനായിരുന്നു. 20 വർഷം MLA ആയിരുന്നു. ഇന്ത്യൻ പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗമായിരുന്നു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാണ്. ഇത്രയും പാരമ്പര്യമുള്ള നേതാവിനെ കേരളത്തിൽ വളഞ്ഞിട്ട് ആക്രമിച്ചു. അത് അധാർമികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടന്ന ഒരു ആക്രമണമാണെന്നും പഴകുളം മധു കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.